ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു കിഡിലൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. തനി നാടൻ രീതിയിലാണ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ അളവിൽ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് വെന്ത് വരുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ബീഫ് ഫ്രൈ തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഗ്രേവിക്കൊക്കെ ടേസ്റ്റ് വരുന്നത്. ഞാനിവിടെ ഒരു 200 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നോട്ടെ. അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് 2 മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എത്രത്തോളം ക്ഷമയോടുകൂടി തയ്യാറാക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബീഫെല്ലാം ചേർത്ത് കഴിയുന്ന സമയത്ത് ആവശ്യമെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ചതച്ചിട്ടുള്ളതാണ്. ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും ചതച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അരിഞ്ഞാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. പിന്നീട് നമ്മൾക്ക് ഓരോ മസാലകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് വഴന്ന് വന്നോട്ടെ. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഞാൻ ബീഫ് വേവിച്ച സമയത്ത് കുറച്ച് ആ ബീഫിൽ നിന്നുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അതല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഗ്രേവിക്ക് കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പെരുംജീരകമൊക്കെ നമ്മൾ ബീഫൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോഴാണ് അതിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നല്ല രീതിയിൽ പാകമായി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് ഫ്രൈ തയ്യാറാക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ആ ഒരു നെയ്യെല്ലാം ഉരുകി കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി മസാലകളെല്ലാം നന്നായിട്ട് ബീഫിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമ്മൾക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് 2ആയി പിളർന്നതാണ്. പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി
നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണോ അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അവസാനം നമ്മൾക്ക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, കളറൊക്കെ നല്ല രീതിയിൽ മാറി നല്ല ഡാർക്കനായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് അല്പം കൂടി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരുംജീരക പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ എത്രത്തോളം ക്ഷമയോടുകൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ അടച്ച് വെച്ച് വേവിക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ പാകത്തിനനുസരിച്ച് നമ്മൾക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഒത്തിരി ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ, വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.